എല്ലാവർക്കും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരു ഹെർബൽ ബാത്ത് പൗഡറിനെ പറ്റിയിട്ടാണ്. ഇതൊരു ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആയുർവേദിക് ബോഡി മസാജ് ഓയിലിന്റെ വീഡിയോ ഇട്ടുണ്ടായി. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ മേലെ ഒരു ഐ ബട്ടൺ വരുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇല്ലെങ്കിൽ പിന്നെ താഴെ കാർട്ടിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കാണാം. അപ്പൊ അതില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കണേക്കാൾ എന്തുകൊണ്ട് നല്ലത് നമ്മള് ബോഡി ബാത്ത് പൗഡർ, ഹെർബൽ ആയിട്ടുള്ള ബോഡി ബാത്ത് പൗഡർ യൂസ് ചെയ്യണതാണ്. അപ്പോൾ കുറേ കുട്ടികൾ വന്നിട്ട് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഹെർബൽ ബാത്ത് പൗഡർ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വീട്ടിൽ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. പിന്നെ നമ്മളുടെ സ്കിൻ കളറൊക്കെ നല്ല ഇംപ്രൂവ് ചെയ്യാനും സ്കിന്ന് നല്ല സോഫ്റ്റ്, സ്മൂത്ത് ആൻഡ് സപ്പിൾ ആക്കാനും പറ്റിയ നല്ലൊരു ബോഡി ബാത്ത് പൗഡർ ആണ്. ഈ ഹെർബൽ ബാത്ത് പൗഡർ ഉണ്ടല്ലോ, നല്ല സൂപ്പർ സ്മെല്ലാണ് അതിന്. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേർപ്പിന്റെ സ്മെല്ലൊക്കെ ഇല്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാം. അത് മാത്രമല്ല, ഈ വേനൽക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബാത്ത് പൗഡർ ആണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടമായി, യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു ലൈക്ക് തരാം. പിന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു മീഡിയം സൈസ് പാത്രമാണ്. ഈ പാത്രത്തിലാണ് നമ്മൾ ഓരോരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേണ്ടത്, ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ചെറിയൊരു ഗ്ലാസ് കണ്ടെയ്നറാണ്. അപ്പോൾ ഇതാണ് ഞാൻ അളവായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ചെറിയ പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിൽ കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 5 ടേബിൾ സ്പൂണോളം ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ പാത്രം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ സ്പൂണായിട്ടും അളന്നെടുക്കാം. ഇനി നമുക്ക് ഹെർബൽ ബാത്ത് പൗഡർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഓരോരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് കടലപ്പൊടിയാണ്. കടലപ്പൊടി 5 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മളുടെ ഈ പാത്രത്തിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം 5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്യണം. അരിപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വറുക്കാത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് ഓട്സ് പൊടിച്ചതാണ്. ഓട്സ് പൊടിച്ചത് 5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ഓട്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇനി 2-3 ഇൻഗ്രീഡിയൻസ് പൊടിച്ച് ചേർക്കാനുണ്ട്. ആ സമയത്ത് 5 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ പൊടിച്ചിട്ടാൽ മതി. ഞാനിത് ഓൾറെഡി പൊടിച്ച് വെച്ചതാണ്, കാരണം ഫേസ് പാക്ക് ഉണ്ടാക്കാനും ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൊടിച്ച് വെച്ച ഓട്സാണ്. അപ്പോൾ 5 ടേബിൾ സ്പൂണോളം ഓട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചേർക്കുന്നത് 5 ടേബിൾ സ്പൂണോളം റോസ് പൗഡറാണ്. റോസാപ്പൂവിൻ്റെ ഇതെല്ലാം ഉണക്കി പൊടിച്ച പൗഡറാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാർട്ടിലുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാം. വളരെ ഈസിയാണ്, കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് റോസ് പൗഡർ വീട്ടിലുണ്ടാക്കാം. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്, ഓൺലൈനൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം നല്ലതാണ്, അത് പ്യുവർ ആണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് കുറഞ്ഞ ചിലവിൽ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ 5 ടേബിൾ സ്പൂണോളം റോസ് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് പൊടിച്ചു ചേർക്കാനുള്ളതാണ്. അപ്പോൾ പൊടിച്ചു ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 100 ഗ്രാം ഏലക്കായ, 100 ഗ്രാം ചെറുപയർ, പിന്നെ എടുത്തിട്ടുള്ളത് 10 ഗ്രാം ഗ്രാമ്പുമാണ്. ഓക്കെ, ഏലക്കായ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ്. നിങ്ങൾ ഏലാദി ഓയിൽ എന്ന് കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഏലാദി പൗഡർ, ഇതൊക്കെ നമ്മളുടെ ആയുർവേദിക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി നല്ലൊരു ടെക്സ്ചറൊക്കെ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഏലക്കായ. അപ്പോൾ ഏലക്കായ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം നമ്മളുടെ ബാത്ത് പൗഡറിന് കിട്ടും. പിന്നെ അതിൻ്റെ ഗുണങ്ങളും നമ്മളുടെ സ്കിന്നിന് കിട്ടും. അപ്പോൾ ഏലക്കായ, ചെറുപയർ, പിന്നെ ഗ്രാമ്പു, 10 ഗ്രാം ഗ്രാമ്പു ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഞാൻ പൊടിച്ച ഓട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പൊടിക്കാത്ത ഓട്സാണ് ഉള്ളതെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം തന്നെ 5 ടേബിൾ സ്പൂണോളം ഓട്സ് ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഏലക്കായ വാങ്ങിക്കുമ്പോൾ അധികം ഉണങ്ങിയ, അതായത് ഡ്രൈ ആയിട്ടുള്ള ഏലക്കായ വാങ്ങിക്കാതിരിക്കാൻ നോക്കാം. നല്ലൊരു ഗ്രീൻ കളറായിട്ടുള്ളത് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്ക് കുറേ കൂടി ഗുണങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന പൗഡറും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ മിക്സ് ചെയ്യാം.
ഈ ഹെർബൽ ബാത്ത് പൗഡർ നമുക്ക് കുറേ നാൾ കേടാവാണ്ട് സൂക്ഷിക്കാം. പക്ഷേ സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ എടുക്കുന്ന കണ്ടെയ്നർ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നർ ആയിരിക്കണം. പിന്നെ പൊടിക്കാൻ ഉപയോഗിക്കുന്ന ജാറിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ഞാൻ മിക്ക വീഡിയോയിലും പറയുന്ന കാര്യമാണ്, പക്ഷേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ ഈ ഹെർബൽ ബാത്ത് പൗഡർ പെട്ടെന്ന് തന്നെ കേടായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളത് ഇടയ്ക്ക് എടുക്കുമ്പോൾ നമ്മളുടെ കയ്യിലും നമ്മളെടുക്കുന്ന സ്പൂണിലും ഒന്നും നനവുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹെർബൽ ബാത്ത് പൗഡർ കുറേ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഇത് ഹോസ്റ്റലേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഹെർബൽ ബാത്ത് പൗഡറാണ്. നമുക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ പൊടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഈ ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ, നമ്മൾ പൊടിച്ച ഇൻഗ്രീഡിയൻസും പിന്നെ മറ്റേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരിക. കാരണം ആ റോസ് പൗഡറിൻ്റെയും ഏലക്കായുടെ ഒക്കെ സ്മെല്ല് എല്ലാം കൂടി ഒന്ന് മിക്സായി കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു അടിപൊളി സ്മെല്ലാണ് വരിക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഈ സ്മെല്ല്. ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്താൽ മതി, ഓപ്ഷണലാണ്. 2.5 ടേബിൾ സ്പൂണോളം മഞ്ഞളാണ് ചേർക്കേണ്ടത്. കസ്തൂരി മഞ്ഞൾ ചേർക്കണം. അപ്പോൾ കസ്തൂരി മഞ്ഞളൊക്കെ അലർജി ഉള്ള ആൾക്കാരുണ്ടാവും. അതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ബോഡിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തരുന്ന കുരുക്കളൊക്കെ വരിക, സെൻസിറ്റീവൊക്കെ ആയിട്ടുള്ള സ്കിന്നാർക്കൊന്നും ചിലപ്പോൾ കസ്തൂരി മഞ്ഞളൊന്നും പിടിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അല്ലാത്തവർക്ക് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യാം. ശരിക്കും നമ്മളുടെ സ്കിന്നിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കസ്തൂരി മഞ്ഞൾ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മളുടെ ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഈ ഒരു ബോക്സിനകത്താണ് ഇത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മളുടെ ഹെർബൽ ബാത്ത് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മളുടെ ബാത്റൂമിൽ തന്നെ വെക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം, മറക്കാണ്ട് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എത്രത്തോളമാണോ വേണ്ടത് അതൊരു ബൗളിൽ എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ബോഡി മസാജ് ഓയിലില്ലേ, ആയുർവേദിക് ബോഡി മസാജ് ഓയിൽ, അത് ദേഹത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഹെർബൽ ബാത്ത് പൗഡർ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ സ്കിന്നിന് ഉണ്ടാവും. അതിൽ യാതൊരു സംശയമില്ല, 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ ഹെർബൽ ബാത്ത് പൗഡർ അപ്ലൈ ചെയ്തിട്ട് 5 മിനിറ്റെങ്കിലും നമ്മളുടെ ബോഡിയിൽ അത് വെക്കണം. വെച്ചിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ നനച്ചതിന് ശേഷം എഗെയിൻ ഒന്ന് മസാജ് ചെയ്തിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഇത് ഡെയിലി ഒരു നേരം എങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ രാവിലെ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ വൈകിട്ട് കുളിക്കുമ്പോഴോ യൂസ് ചെയ്യാം. വൈകിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം നമ്മൾ അതിന് ശേഷം പുറത്ത് പോവേ വെയിൽ കൊള്ളുക ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വൈകിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഫേസ് വാഷായിട്ടും ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാം. ഫേസ് വാഷായിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ചെറിയൊരു മസാജ് കൊടുത്തിട്ട് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഫേസ് പാക്കായിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് റോസ് വാട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. പിന്നെ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ പാലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇതൊന്ന് ഡ്രൈ ആയി തുടങ്ങും. അപ്പോൾ ജസ്റ്റ് കൈയൊന്ന് നനച്ചതിന് ശേഷം ഫേസും ഒന്ന് നനച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് കൊടുത്തിട്ട് പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഇത് കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു ബാത്ത് പൗഡറാണ്. 5 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. ചെറിയ ഉണ്ണികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബാത്ത് പൗഡറിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വേറൊരു ടിപ്പായിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.